അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു മലയാള കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന്. ഇത് സ്കൂൾ ഓഫ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നടത്തിയ ഒരു പരീക്ഷയുടെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്. അപ്പം നമ്മളിത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്തൊരു 150ഓളം ചോദ്യങ്ങൾ ഈ ഒരു PDF-ലുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ ഓഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഏതാണ് നമ്മുടെ റിവിഷൻ ബാച്ചില് റിവിഷൻ ബാച്ചിനകത്ത് ഒരു വീഡിയോ നമ്മൾ അയക്കുന്നതായിരിക്കും. അപ്പൊ കുറച്ചൊരു 100-150ഓളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വാമൊഴി കവികളുടെ ചിനപ്പുകൾ പൊട്ടിപ്പുറപ്പെടുന്ന പാരമ്പര്യ മൊഴികൾ കടങ്കഥകളാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. വാമൊഴി കവികളുടെ ചിനപ്പുകൾ പൊട്ടിപ്പുറപ്പെടുന്ന പാരമ്പര്യ മൊഴികൾ എന്ന് പറയുന്നത് കടങ്കഥകളാണ്. കടങ്കഥകള് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത്, വാമൊഴി കവിതകളിൽ കാണപ്പെടാത്ത ഒരു സാഹിത്യ വിശേഷം മണിപ്രവാളമാണ്. വാമൊഴി കവിതകളിൽ കാണപ്പെടാത്ത ഒരു സാഹിത്യ വിശേഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്രവാളമാണ്. മണിപ്രവാളമാണ്. ഇതൊരു 150ഓളം ചോദ്യങ്ങളുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. അപ്പൊ വാമൊഴി കവിതകളിൽ കാണപ്പെടുന്ന ഒരു സാഹിത്യ വിശേഷം എന്ന് പറയുന്നത് മണിപ്രവാളമാണ്. മണിപ്രവാളം. ഒരു സെക്കൻഡ്. വാമൊഴി കവിതകളിൽ കാണപ്പെടുന്ന ഒരു സാഹിത്യ വിശേഷം മണിപ്രവാളമാണ്. കാണപ്പെടാത്ത ഒരു സാഹിത്യ വിശേഷം മണിപ്രവാളമാണ്. അപ്പൊ ഈ വാമൊഴി കവിതകളിൽ കാണപ്പെടുന്നുണ്ട് ചരിത്രം നമുക്കറിയാൻ പറ്റും, പുരാണം, അതുപോലെ മിത്ത്. മണിപ്രവാളം എന്ന് പറയുന്ന ഒരു സാഹിത്യ വിശേഷം ഏതിലില്ല? വാമൊഴി കവിതകളില് ഇല്ല. ഓക്കെ. ഭാവഗീതങ്ങളുടെ തുടക്കം കാണപ്പെടുന്ന വാമൊഴിപ്പാട്ടുകൾ. ഭാവഗീതങ്ങളുടെ തുടക്കം കാണപ്പെടുന്ന വാമൊഴിപ്പാട്ടുകൾ കൃഷിപ്പാട്ടാണ്. ഭാവഗീതങ്ങളുടെ തുടക്കം കാണപ്പെടുന്ന വാമൊഴിപ്പാട്ടുകൾ കൃഷിപ്പാട്ടാണ്. തോറ്റം പാട്ടുകൾ എന്നാൽ എന്ത്? തോറ്റം പാട്ടുകൾ എന്നാൽ എന്താണ്? ദേവതകളുടെയും വീരന്മാരുടെയും സ്തുതികളാണ് എന്തെന്ന് പറയുന്നത്? തോറ്റം പാട്ടുകൾ. തോറ്റം പാട്ടുകൾ എന്നാൽ എന്താണ്? ദേവതകളുടെയും വീരന്മാരുടെയും സ്തുതികളാണ് തോറ്റം പാട്ടുകൾ. ഓക്കെ. 5-ാമത്തെ ചോദ്യം, കൃഷിപ്പാട്ടുകളിൽ ഡാഷ് തങ്ങി നിൽക്കുന്നു. കൃഷിപ്പാട്ടുകളിൽ ഡാഷ് തങ്ങി നിൽക്കുന്നു. കൃഷിപ്പാട്ടുകളിൽ എന്താണ് തങ്ങി നിൽക്കുന്നത്? ഗ്രാമീണ വിശുദ്ധിയാണ് തങ്ങി നിൽക്കുന്നത്. കൃഷിപ്പാട്ടുകളിൽ തങ്ങി നിൽക്കുന്നത് ഗ്രാമീണ വിശുദ്ധിയാണ്. അതിപ്രാചീനമായ ഒരു അനുഷ്ഠാനമാണ് എന്ത്? കളമെഴുത്തും പാട്ടും. അതിപ്രാചീനമായ ഒരു അനുഷ്ഠാനമാണ് കളമെഴുത്തും പാട്ടും. ഇതിനകത്തുള്ളതിനെ അപേക്ഷിച്ച് പ്രാചീനത കൂടുതൽ കളമെഴുത്തിനും പാട്ടിനുമാണ്. അതായത് പാട്ടുകളി, പാനയും കളി, നായാട്ട്, ആർപ്പം, ഇതിനേക്കാൾ പ്രാചീനത കൂടിയ അനുഷ്ഠാനം കളമെഴുത്തും പാട്ടുമാണ്. പുലിമറഞ്ഞ തൊണ്ടച്ചൻ. ഈ ചോദ്യം റിപ്പീറ്റഡ് ആണ്. പുലിമറഞ്ഞ തൊണ്ടച്ചൻ ആര്? കാരിത്തെയ്യമാണ്. കാരിത്തെയ്യമാണ്. രചി ടീച്ചറെ കാരിത്തെയ്യം ഒന്ന് ശ്രദ്ധിക്കണേ. പുലിമറിഞ്ഞ തൊണ്ടച്ചൻ, പുലിമറിഞ്ഞ തൊണ്ടച്ചൻ. ഈ പറഞ്ഞ ചോദ്യങ്ങളില് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് തോന്നിയിട്ടുള്ളതാണ് കാരിത്തെയ്യം. പുലിമറഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറയുന്നത് കാരിത്തെയ്യമാണ്. കാരിത്തെയ്യം. മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കലയാണ് പടേനിപ്പാട്ട്. മധ്യ തിരുവിതാംകൂറ് പടേനിപ്പാട്ട്. ഏതെങ്കിലും ഉത്തരത്തിന് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ. ചില ഉത്തരങ്ങളൊക്കെ ഇതിനകത്ത് മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു സ്റ്റുഡന്റ് നോക്കിയിട്ട് പറഞ്ഞിരുന്നു, ഒരു ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞിരുന്നു, ഇതിനകത്ത് ചില ചോദ്യങ്ങൾക്കൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. എല്ലാമൊന്നും ഇല്ല, എന്നാലും ചിലയിടത്തൊക്കെ. അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയിൽ പെടും. കാരണം നമ്മൾ പഠിച്ചു വരുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ പറയാ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തിരുത്തി പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കലയാണ് പടേനി പാട്ട്. ഓക്കെ. അതുപോലെ നമ്മുടെ പോളിംഗ് മിസ്റ്റേക്കുകൾ വരും. അപ്പം ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ മടിയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അതിനനുസരിച്ച് അപ്പം ആ പോളിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് പോളിടും. അപ്പൊ അത് ആ റെഫറൻസ് വെച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഇടുന്നത്.
അപ്പൊ എന്ത് ചെയ്യുക, അവര് വന്നിട്ട് അത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ റെഫറൻസ് വെച്ചിട്ട് നോക്കിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ പോളിംഗ് മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ പറയാ. ഒരു 10 ചോദ്യം നമ്മൾ എക്സാം ആക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ടച്ച് ചെയ്യുന്നത് മാറിപ്പോകും. അങ്ങനെയാണ് മിസ്റ്റേക്കുകൾ വരുന്നത്. അപ്പൊ പറഞ്ഞാൽ മതി, നമുക്കത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ശ്രദ്ധയിൽ പെടുന്നതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ടീച്ചർമാർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒരു താങ്ക്സ്. അപ്പൊ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട്. അപ്പൊ പുലിമറിഞ്ഞ തൊണ്ടച്ചൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരിത്തെയ്യമാണ്. കാരിത്തെയ്യം. മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പടേനിപ്പാട്ടാണ്. പടേനിപ്പാട്ട്. ആഹ്ലാദഭരിതമായ ഒരു ഉത്സവ അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഊഞ്ഞാൽ പാട്ടുകൾ. നമുക്കറിയാം, ആഹ്ലാദഭരിതമായ ഒരു ഉത്സവാന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഊഞ്ഞാൽ പാട്ടുകൾ. ഓക്കെ, ഇനി പ്രകൃതിയുടെ വസന്തത്തെ പാടി പുകഴ്ത്തുന്നവയാണ് പൂപ്പൊലിപ്പാട്ടുകൾ. പ്രകൃതിയുടെ വസന്തത്തെ പാടി പുകഴ്ത്തുന്ന എന്താണ്? പൂപ്പൊലിപ്പാട്ടുകളാണ്. പൂപ്പൊലിപ്പാട്ടുകളാണ്. തെക്കൻ പാട്ടുകളുടെ ഗാനമാധുര്യം തങ്ങി നിൽക്കുന്നവയാണ് പടേനിപ്പാട്ടുകൾ. അപ്പൊ ഈ തെക്കൻ പാട്ടാണ് എന്ത്? പടേനിപ്പാട്ട്. മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കലയാണ് പടേനിപ്പാട്ട്. ഓക്കെ, സ്ക്രീൻ ഷെയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ തെക്കൻ പാട്ടുകളുടെ ഗാനമാധുര്യം തങ്ങി നിൽക്കുന്ന പടേനിപ്പാട്ടുകൾ മധ്യ തിരുവിതാംകൂറിലെ ഒരു അനുഷ്ഠാന കലയാണെന്ന് ഓർക്കുക. വരമൊഴി കവിതാ പഠനത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന നൂതന വിമർശന സരണികളാണ് പാഠപഠനം. പാഠപഠനം. വരമൊഴി കവിതാ പഠനത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന നൂതന വിമർശന സരണികളാണ് പാഠപഠനം. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആത്മശാന്തിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന അഭിചാര കർമ്മങ്ങളെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആത്മശാന്തിക്ക് വേണ്ടി എന്നാണ് രണ്ട് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആത്മശാന്തിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങളെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഷ്ഠാന കർമ്മങ്ങളാണ് കേട്ടോ. ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ ഏതിനകത്താണ് വരുന്നത്? അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന വകുപ്പിലാണ് പെടുന്നത്. ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യുന്ന ആഭിചാര കർമ്മങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുഷ്ഠാന കർമ്മങ്ങൾ എന്നാണ് ഉത്തരം. ആരാധ്യ ദേവതയുടെ ഉൽപ്പത്തിയും വ്യാപ്തിയും വിവരിക്കുന്ന പാട്ട് തോറ്റം പാട്ടാണ്. തോറ്റം പാട്ടാണ്. തോറ്റം പാട്ട് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ തോറ്റം പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് ആ ഒരു ചോദ്യം ഒന്നും കൂടി നോക്കാം. എന്താണ് തോറ്റം പാട്ടുകൾ എന്നാൽ എന്ത്? എന്തായിരുന്നു തോറ്റം പാട്ട്? ദേവതകളുടെയും വീരന്മാരുടെയും സ്തുതികളാണ് തോറ്റൻ പാട്ടുകൾ. ദേവതകളുടെയും എന്താണ് അവരുടെ സ്തുതികളാണ് എന്തെന്ന് പറയുന്നത്? തോറ്റം പാട്ടുകൾ. കണ്ടായിരുന്നോ? ചോദ്യം കണ്ടായിരുന്നോ എല്ലാവരും? പെട്ടെന്നങ്ങ് പോയി. 4ാമത്തെ ചോദ്യം. ദേവതകളുടെയും വീരന്മാരുടെയും സ്തുതികളാണ് തോറ്റം പാട്ടുകൾ. ദേവതകളുടെയും വീരന്മാരുടെയും സ്തുതികളാണ് തോറ്റം പാട്ടുകൾ. ഓക്കെ, അപ്പം നമ്മൾ അത് കഴിഞ്ഞു. ആരാധ്യ ദേവതയുടെ ഉൽപ്പത്തിയും വ്യാപ്തിയും വിവരിക്കുന്ന പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം തോറ്റം പാട്ടുകളാണ്. വേദോച്ചാരണ രീതിയെ അനുകരിച്ച് പാടുന്ന പാട്ടാണ് ബ്രാഹ്മണി പാട്ട്. അതൊന്ന് ശ്രദ്ധിക്കണേ. 15ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. വേദോച്ചാരണ രീതിയെ അനുകരിച്ച് പാടുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണി പാട്ടാണ്. വേദോച്ചാരണ രീതിയെ അനുകരിച്ച് പാടുന്ന പാട്ട് ബ്രാഹ്മണി പാട്ടാണ്. നമ്മൾ കവർ ചെയ്യാത്ത പല മോഡ്യൂൾ, അല്ലെ നമ്മൾ സിലബസിൽ പറയാത്ത പല ഭാഗങ്ങളിലൂടെയും സാഹിത്യ ചരിത്രങ്ങളിലെ ചോദ്യോത്തരങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പോകും. അത്രയും നല്ല പ്രഗത്ഭരായ അധ്യാപകരൊക്കെ തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ നോട്ടുകളിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ഇവരൊക്കെയാണ് ചോദ്യം ഇടുന്നെങ്കിൽ ഈ മോഡലൊക്കെ ആയിരിക്കുമല്ലോ. ഇതൊക്കെ ഓരോ സാധ്യതകളല്ലേ. നമുക്കപ്പം അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെട്ടെങ്കിലും പോകാം. അപ്പൊ വേദോച്ചാരണ രീതിയെ അനുകരിച്ച് പാടുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണി പാട്ടാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് അലോ ചെയ്യാൻ പറയണേ. ഇപ്പൊ ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീൻ ഇതായിപ്പോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മൈക്കൊന്ന് ഓണാക്കിയിട്ട് പറയാം. അപ്പൊ നമുക്ക് അവരെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് വേദോച്ചാരണ രീതിയെ അനുകരിച്ച് പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണി പാട്ടാണ്.
ഓക്കെ, അടുത്തത് ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും വീരകഥകൾ അനുസ്മരിക്കുന്ന പാട്ട് പുത്തൂരം പാട്ടാണ്. ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച, വീരകഥകൾ വരുന്നത് പുത്തൂരം പാട്ടാണ്. പുത്തൂരം പാട്ടാണ്. പാണ പരമ്പര ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഐതിഹ്യം പാണ പരമ്പര ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഐതിഹ്യം കാണുന്നത് തിരുവരങ്കത്ത് പാണരിൽ നിന്നാണ്. തിരുവരങ്കത്ത് പാണരിൽ നിന്നാണ്. ഈ ചോദ്യം വേറെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ തിരുവരങ്കത്ത് പാണർ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. തിരുവരങ്കത്ത് പാണരിൽ നിന്നാണ് പാണ പരമ്പര ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഐതിഹ്യം. എവിടെ നിന്നാണ്? തിരുവരങ്കത്ത് പാണർ. മാർത്താണ്ഡവർമ്മയുടെ അധികാരക്കൊതി സൂചിപ്പിക്കുന്ന തെക്കൻ പാട്ട് വലിയ തമ്പി കുഞ്ചു തമ്പി കഥയാണ്. മാർത്താണ്ഡവർമ്മയുടെ അധികാരക്കൊതി, ഇത് പല ഗൈഡുകളിലും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. മാർത്താണ്ഡവർമ്മയുടെ അധികാരക്കൊതി സൂചിപ്പിക്കുന്ന തെക്കൻ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വലിയ തമ്പി കുഞ്ചു തമ്പി കഥയാണ്. വലിയ തമ്പി കുഞ്ചു തമ്പി കഥയാണ്. തമ്പുരാന്റെ മാലാം സാദാഹത്തിന് മുൻപിൽ പതറി നിൽക്കേണ്ടി വരുന്ന കഥയാണ് തമ്പുരാനും പുലരിയും. തമ്പുരാനും പുലരിയും. അടുത്തത് വടക്കൻ പാട്ടിലെ വീരവനിത. വടക്കൻ പാട്ടിലെ വീരവനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ണിയാർച്ചയാണ്. വടക്കൻ പാട്ടിലെ വീരവനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ണിയാർച്ചയാണ്. വടക്കൻ പാട്ടിലെ വീരവനിത ആരാണ്? ഉണ്ണിയാർച്ചയാണ്. 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 വടക്കൻ പാട്ടിലെ വീരവനിത ഉണ്ണിയാർച്ചയാണ്. ഉണ്ണിയാർച്ചയാണ്. ചോകോന്മാരുടെ കർത്തവ്യം എന്നത് എന്താണ്? നമുക്കറിയാവുന്നതാണ്. അംഗം വെട്ടുക എന്നുള്ളതാണ് അല്ലെ. ചോകോന്മാരുടെ ചേകോർ അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ കർത്തവ്യം എന്താണ്? അംഗം വെട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ആരോമൽ ചേകവർ എങ്ങനെയാണ് മരിച്ചത്? മച്ചുനൻ ചന്തുവിന്റെ ചതിയിലാണ്. ഓക്കെ, ആരോമൽ ചേകവരുടെ മരണ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മച്ചുനൻ ചന്തുവിന്റെ ചതിയാണ്. ആരോമൽ ചേകവരുടെ മരണകാരണം എന്താണ്? മച്ചുനൻ ചന്തുവിന്റെ എന്താണ്? ചതിയാണ്. ഒതേനന്റെ സന്തത സഹായി എന്നറിയപ്പെടുന്നത് കണ്ടാച്ചേരി ചാപ്പൻ ആണ്. ഒതേനന്റെ സന്തത സഹായി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാച്ചേരി ചാപ്പൻ ആണ്. ഒതേനന്റെ സന്തത സഹചാരി അല്ലെങ്കിൽ സഹായി എന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാഞ്ചേരി ചാപ്പൻ. ഒതേനൻ അദ്ദേഹത്തിന്റെ സഹായിയാണ് കണ്ടാഞ്ചേരി ചാപ്പൻ. ഒതേനന്റെ മരണകാരണം വെടിയേറ്റാണ്. ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടേ. ഒതേനൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിയേറ്റാണ്. നമുക്ക് പെട്ടെന്ന് ആ ഒരു ഉത്തരത്തിൽ നമ്മൾ എത്തത്തില്ല. അന്ന് വെടിയുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഓക്കെ, ഒതേനന്റെ മരണകാരണം വെടിയേറ്റാണ്. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. ഒതേനൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിയേറ്റാണ്. ഒതേനന്റെ സഹായി ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാച്ചേരി ചാപ്പനാണ്. ആരോമൽ ചേകവരുടെ മരണകാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മച്ചുനൻ ചന്തുവിന്റെ ചതിയാണ്. ഓക്കെ, ഇനി ചെങ്ങന്നൂരാദിയുടെ ഗുരു കരിയം പണിക്കറാണ്. കരിയം പണിക്കറാണ് ചെങ്ങന്നൂരാദിയുടെ ഗുരു. ചെങ്ങന്നൂരാദിയുടെ ഗുരു ആരാണ്? കരിയം പണിക്കറാണ്. ചെങ്ങന്നൂരാദിയുടെ ഗുരു എന്ന് പറയുന്നത് കരിയം പണിക്കറാണ്. ഇരവിക്കുട്ടപ്പിള്ളയുടെ കാലത്ത് വേണാട് ആക്രമിച്ച ഭരണാധികാരി തിരുമല നായ്ക്കർ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇരവിക്കുട്ടപ്പിള്ളയുടെ കാലത്ത് വേണാട് ആക്രമിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമല നായ്ക്കനാണേ. തിരുമല നായ്ക്കൻ. ഇരവിക്കുട്ടപ്പിള്ളയുടെ കാലത്ത് വേണാട് ആക്രമിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുമല നായ്ക്കരാണ്. തിരുമല നായ്ക്കനാണ്. ഇരവിക്കുട്ടിപ്പിള്ളയുടെ കാലത്ത് വേണാട് ആക്രമിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് തിരുമല നായ്ക്കനാണ്. നാടൻ സംഗീതത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രയോഗമാണ് മെല്ലിന വല്ലിന പ്രയോഗം. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യനും സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ ആവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടേ. നാടൻ സംഗീതത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രയോഗം എന്ന് പറയുന്നത് മെല്ലിന വല്ലിന പ്രയോഗമാണ്. നാടൻ സംഗീതത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രയോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര ടീച്ചറെ മെല്ലിന വല്ലിന പ്രയോഗമാണ് കേട്ടോ. മെല്ലിന വല്ലിന പ്രയോഗം. വടക്കേ മലബാറിലെ നായാട്ടു ദൈവം മുത്തപ്പനാണേ. മുത്തപ്പൻ. വടക്കേ മലബാറിലെ നായാട്ടു ദൈവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുത്തപ്പനാണേ. മുത്തപ്പൻ. വടക്കേ മലബാറിലെ നായാട്ടു ദൈവം ആരാണ്? മുത്തപ്പനാണ്. മുത്തപ്പൻ.
മുത്തപ്പൻ. അതുപോലെ പ്രകൃതി ആരാധനയിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യ പൂജയാണേ. ഉച്ചാരവേല, പൊങ്കാല, കുലംകരി. കുലംകരി എന്താണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഈ ആയില്യ പൂജ എന്ന് പറയുമ്പം അത് സർപ്പവുമായി ബന്ധപ്പെട്ടിട്ടതാണ്. അപ്പൊ അത് ഒരു പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പൊങ്കാല എന്ന് പറയുമ്പം അത് പൊങ്കാല എന്ന് പറയുമ്പം എല്ലാ സങ്കല്പവും പ്രകൃതി മൊത്തവും അതിൽ വരുന്നെന്നാണ് സങ്കല്പം. പിന്നെ ഉച്ചാരവേലയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കുലംകരി എന്താണെന്ന് എനിക്ക് അറിയില്ല. ആയില്യ പൂജ പ്രകൃതിയാ, അത് സർപ്പവുമായി ബന്ധപ്പെട്ടതാ. അതുകൊണ്ടായിരിക്കും ആ ഒരു ഉത്തരം വന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ലേ. ആയില്യ പൂജ എന്താണ്, ഈ സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പ്രകൃതിയിൽ വരുന്നതാണ്. പിന്നെ ഈ കുലം കരി എന്താണെന്ന് അറിയില്ല. അത് നമ്മൾ സാഹിത്യചരിത്രം നോക്കിയിട്ട് പറയാമേ. ചെങ്ങന്നൂർ ആദിയുടെ ജൈവ വളർച്ചയെ ഇഞ്ചിമുളയോട് താരതമ്യപ്പെടുത്തിയ പണ്ഡിതൻ സക്കറിയയാണേ. ചെങ്ങന്നൂർ ആദിയുടെ ജൈവ വളർച്ചയെ ഇഞ്ചിമുളയോട് താരതമ്യപ്പെടുത്തിയ പണ്ഡിതൻ ഡോക്ടർ സക്കറിയയാണ്. ചെങ്ങന്നൂർ ആദിയുടെ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെങ്ങന്നൂർ ആദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ചെങ്ങന്നൂർ ആദിയുടെ ഗുരു എന്ന് പറയുന്നത് കരിയം പണിക്കരാണ്. ചെങ്ങന്നൂർ ആദിയുടെ ഗുരു കരിയം പണിക്കരാണ്. ചെങ്ങന്നൂർ ആദിയുടെ ജൈവ വളർച്ചയെ ഇഞ്ചിമുളയോട് താരതമ്യപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കറിയയാണ്. എല്ലാ വീരചരിതങ്ങളിലും സ്വാധീനിക്കുന്ന ഇതിവൃത്തം ഒരു വിലക്കും അതിന്റെ നിഷേധവും. ഇതൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാ വീരചരിതങ്ങളിലും സ്വാധീനിക്കുന്ന ഇതിവൃത്തം ഏതാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണ കണ്ടുവരാറുണ്ട്. ഒരു വിലക്കും കാണും, അതിന്റെ നിഷേധവും കാണും. ഓക്കെ, എല്ലാ വീരചരിതങ്ങളിലും സ്വാധീനിക്കുന്ന ഇതിവൃത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിലക്കും അതിന്റെ നിഷേധവും ആയിരിക്കും. ഇനി അടുത്തതാണ് വരമൊഴി കവിത. ഓക്കെ, വരമൊഴി കവിത. നമ്മളിപ്പോ വാമൊഴി കവിതകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തതാണ് വരമൊഴി കവിത. ഓടിപ്പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടത്തില്ല. ഒരു ചോദ്യം കൊണ്ട് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു മാസം ആയാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ആദ്യ കാലങ്ങളിൽ ക്ലാസ്സുകൾ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സാം ആയാലും തീരില്ല. പിന്നെ വേറൊരു ഗുണമുണ്ട്, സിലബസ് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ. ഇപ്പൊ പക്ഷെ നമുക്ക് ആ നിലവിൽ അതിനുള്ള ഒരു സമയവും സാഹചര്യവും ഇല്ല. നമുക്ക് മാക്സിമം ചോദ്യോത്തരങ്ങളിലൂടെ ഓടി പോകണം. അപ്പൊ നമ്മുടെ തലയിൽ കയറുന്നത് കുറെയൊക്കെ ആകുമ്പോൾ റിപ്പീറ്റ് വരും. അപ്പൊ നമ്മുടെ തലയിൽ അറിയാതെ കയറും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അടുത്തതാണ് വാമൊഴി കവിത. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ വിത്ത് ഓഡിയോ നമ്മൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കും. ഓക്കെ, പാട്ടിന്റെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന മണിപ്രവാള ഗ്രന്ഥം നമുക്കറിയാം. ലീലാതിലകമാണ് ഉത്തരമെന്ന് നമുക്കെല്ലാം അറിയാം. പാട്ടിന്റെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന മണിപ്രവാള ഗ്രന്ഥം ലീലാതിലകമാണ്. ഒരു പാട്ടിന്റെ 4 പാദങ്ങളിലെയും പ്രഥമാക്ഷരത്തിന്റെ മാത്ര ഒന്നായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ശബ്ദാലങ്കാരം മോനയാണ് കേട്ടോ. ഒരു പാട്ടിന്റെ 4 പാദങ്ങളിലെയും പ്രഥമാക്ഷരത്തിന്റെ മാത്ര ഒന്നായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ശബ്ദാലങ്കാരം മോനയാണ്. പാട്ടിനുള്ള ലക്ഷണങ്ങൾ ഏറെക്കുറെ യോജിക്കുന്ന ആദ്യ മലയാള കൃതി രാമചരിതമാണ്. പുലിങ്കൽ നിന്ന് പേടിച്ചു ഏത് തരം പ്രയോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിലക്ഷണ പ്രയോഗമാണ്. പുലിങ്കൽ നിന്ന് പേടിച്ചു എന്താണ്? വിലക്ഷണ പ്രയോഗമാണ്. മലയാളത്തെ തമിഴിൽ നിന്ന് വേർതിരിക്കുന്ന 6 നയങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അനുനാസികാതിപ്രസരമാണ്. മലയാളത്തെ തമിഴിൽ നിന്ന് വേർതിരിക്കുന്ന 6 നയങ്ങളിൽ, ബാക്കി കൊടുത്തിരിക്കുന്ന 6 നയങ്ങളല്ല. ഭാഷാ മിശ്രണ നയം, വിഭക്തി പ്രത്യയ നയം, ലോപാക്ഷര നയം, അതൊന്നും എന്തല്ല ഇതൊന്നും ആ നയങ്ങളിൽ പെടുന്നതല്ല. അനുനാസികാതിപ്രസരം എന്ന് പറയുന്നത് എന്താണ്? ഒരു നയമാണ്. 6 നയങ്ങളിൽ ഒന്നാണ്. മേഘനാഥൻ എന്ന നാമത്തിന്റെ തമിഴ് രൂപാന്തരം ഇടിക്കുറലൻ. കഴിഞ്ഞ HSA പരീക്ഷയല്ല, കഴിഞ്ഞ HSST പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് നടന്ന ഒരു HSST പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് ഏതോ ഒരു, എനിക്ക് തോന്നുന്നു ആമ്പൽ എന്ന് പറയുന്ന അതിന്റെ തമിഴ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ഇതൊന്ന് ശ്രദ്ധിക്കുക. മേഘനാഥൻ എന്ന നാമത്തിന്റെ തമിഴ് രൂപാന്തരം ഇടിക്കുറലൻ. അത് നമുക്ക് കിട്ടും. മേഘനാഥൻ, മേഘത്തിന്റെ നാദമാണല്ലോ ഇടി എന്ന് പറയുന്നത്. അപ്പം ഇടിക്കുറലൻ. മലയാള ലിപി രൂപപ്പെട്ടത് അശോക ശാസവനങ്ങളിലെ ലിപിയിൽ നിന്നാണ്. അശോക ശാസനം എന്നാണ് കേട്ടോ.
അശോക ശാസനങ്ങളിലെ ലിപിയിൽ നിന്നാണ് എന്നുള്ളതാണ്. അത് ബ്രാഹ്മി ലിപിയാണ്. മലയാള ലിപി രൂപപ്പെട്ടത് അശോക ശാസനങ്ങളിലെ ഡാഷ് ലിപികളിൽ നിന്നാണ്, ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് കേട്ടോ. മലയാള ലിപി ഏതിൽ നിന്നാണ് വരുന്നത്? ബ്രാഹ്മി ലിപി. ബ്രാഹ്മി ലിപി എവിടെയാണ്? അശോക ശാസനങ്ങളിലെ ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് മലയാള ലിപി രൂപപ്പെട്ടത്. കേരള ഭാഷയുടെ വ്യക്തിത്വം ഉരുത്തിരിഞ്ഞ കാലഘട്ടം കരിന്തമിഴ് കാലഘട്ടമാണ്. കേരള ഭാഷയുടെ വ്യക്തിത്വം ഉരുത്തിരിഞ്ഞ കാലഘട്ടം ഏതാണ്? കരിന്തമിഴ് കാലഘട്ടമാണ്. കേരള ഭാഷയുടെ വ്യക്തിത്വം ഉരുത്തിരിഞ്ഞ കാലഘട്ടം ഏതാണ്? കരിന്തമിഴ് കാലഘട്ടമാണ്. കേരള ഭാഷയുടെ വ്യക്തിത്വം ഉരുത്തിരിഞ്ഞ കാലഘട്ടം കരിന്തമിഴ് കാലഘട്ടമാണ്. കേരളീയ രാജാവ് രചിച്ച തമിഴിലെ ഭക്തികൃതി പെരുമാൾ തിരുമൊഴിയാണ്. ഒരു കേരളീയ രാജാവ് രചിച്ച തമിഴിലെ ഭക്തികൃതി എന്താണ്? പെരുമാൾ തിരുമൊഴിയാണ്. ഒരു കേരളീയ രാജാവ് രചിച്ച തമിഴിലെ ഭക്തികൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാൾ തിരുമൊഴിയാണ്. പെരുമാൾ തിരുമൊഴിയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു കേരളീയ രാജാവ് രചിച്ച തമിഴിലെ ഭക്തികൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാൾ തിരുമൊഴിയാണ്. സംഗ്രഹണ വിദ്യയിൽ എഴുത്തച്ഛന് മാർഗദർശനം നൽകിയ കൃതി ഭാരതമാലയാണ്. സംഗ്രഹണ വിദ്യയിൽ എഴുത്തച്ഛന് മാർഗദർശനം നൽകിയ കൃതി ഏതാണ്? ഭാരതമാലയാണ്. രാമചരിതം നിത്യപാരായണത്തിന് ഉപയോഗിച്ചിരുന്ന വടക്കേ മലബാറിലെ ഒരു സമൂഹ വിഭാഗമാണ് മണിയാണി നായർ വിഭാഗം. നമുക്കറിയാവുന്ന ചോദ്യമാണ്. രാമചരിതം നിത്യപാരായണത്തിന് ഉപയോഗിച്ചിരുന്നത് വടക്കേ മലബാറിലെ മലയാണി നായർ വിഭാഗമാണ്. കേരള ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊരു അമൂല്യ കൃതിയാണ് എന്നുള്ളത് തിരുനിഴൽ മാലയാണ്. കേരള ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊരു അമൂല്യ കൃതിയാണ്. ഏത് കൃതിയാണത്? തിരുനിഴൽ മാലയാണ്. മണിപ്രവാളം എന്ന സാഹിത്യ സമ്പ്രദായം ആരുടെ സംഭാവനയാണെന്നാണ് പലരും കരുതുന്നത്? ജൈനരുടെ സംഭാവനയാണെന്നാണ് പലരും കരുതുന്നത്. ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്. മണിപ്രവാളം എന്ന സാഹിത്യ സമ്പ്രദായം ആരുടെ സംഭാവനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈനരുടെ. ഇതിനകത്ത് ബ്രാഹ്മണരുണ്ട്, കാശ്മീരികളുണ്ട്. നമുക്കത് ചിലപ്പോൾ തെറ്റിപ്പോകും. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം തന്നെയാണത്. മണിപ്രവാളം എന്ന സാഹിത്യ സമ്പ്രദായത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് ജൈനരുടേതാണെന്നാണ് പലരും കരുതുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. പലരും കരുതുന്നത്, ഉറപ്പല്ല, പലരും കരുതുന്നത്. രാമചരിതത്തെ സ്വാധീനിച്ചതായി പറയപ്പെടുന്ന ഒരു സംസ്കൃത നാടകമാണ് ആശ്ചര്യ ചൂടാമണി. ഒന്ന് ശ്രദ്ധിക്കുക, വളരെ റയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആശ്ചര്യ ചൂടാമണി രാമചരിതത്തെ സ്വാധീനിച്ചതായി പറയപ്പെടുന്ന ഒരു സംസ്കൃത നാടകമാണ്. രാമചരിതത്തെ സ്വാധീനിച്ചതായി പറയപ്പെടുന്ന സംസ്കൃത നാടകം ആശ്ചര്യ ചൂടാമണിയാണ്. ചോദ്യം നമ്പർ 14 നമ്മൾ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ ഒരു നോട്ടാണ് നോക്കുന്നത്. ഇത് ഈസിലി അവൈലബിൾ ആണ്, ഗൂഗിളിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രാമചരിതത്തെ സ്വാധീനിച്ചതായി പറയപ്പെടുന്ന ഒരു സംസ്കൃത നാടകം ആശ്ചര്യ ചൂടാമണിയാണ്. തുടക്കത്തിൽ പാട്ടു സാഹിത്യത്തിൽ സംസ്കൃത ഭാഷയുടെ സംസ്കാരത്തിന്റെയും ഫലമായി ഉണ്ടായ കൂട്ടഭാഷയെ നമ്മൾ ഭാഷാമിശ്രം എന്നാണ് പറയുന്നത്. പാട്ടു സാഹിത്യത്തിൽ സംസ്കൃത ഭാഷയുടെ സംസ്കാരത്തിന്റെയും ഫലമായി ഉണ്ടായ ഒരു കൂട്ടുഭാഷയാണ് ഭാഷാമിശ്രം. അധ്യാത്മരാമായണം ഭാഷാന്തരപ്പെടുത്താൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമനെ ഈശ്വരാവതാരമായി പരിചയപ്പെടുത്തിയത്. അധ്യാത്മരാമായണം ഭാഷാന്തരപ്പെടുത്താൻ എഴുത്തച്ഛനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനകത്ത് ശ്രീരാമൻ മനുഷ്യനല്ല, പകരം ദൈവമാണ്. മനുഷ്യന്റെ ഒരു ചാബല്യങ്ങളും അദ്ദേഹത്തിന് അധ്യാത്മരാമായണത്തിൽ ഇല്ല. അതാണ് എഴുത്തച്ഛനെ അധ്യാത്മരാമായണം ഭാഷാന്തരപ്പെടുത്താൻ കാരണമാക്കിയ ഘടകം. മലയാളത്തിലെ ഒന്നാമത്തെ ദാർശനിക ഗ്രന്ഥം ഭാഷാ ഭഗവത്ഗീതയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ മലയാളത്തിലെ ഒന്നാമത്തെ ദാർശനിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഭാഷാ ഭഗവത്ഗീതയാണ്. ഒരു രാജാവിന്റെ ആശ്രിതനാണെന്ന് താനെന്ന് തുറന്നു പ്രഖ്യാപിച്ച പാട്ടുകാവ്യം കൃഷ്ണഗാഥയാണ്. ഒരു രാജാവിന്റെ ആശ്രിതനാണെന്ന് താനെന്ന് തുറന്നു പ്രഖ്യാപിച്ച പാട്ടുകാവ്യം കൃഷ്ണഗാഥയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു രാജാവിന്റെ
ആശ്രിതനാണ് താനെന്ന് തുറന്ന് പ്രഖ്യാപിച്ച പാട്ടുകാവ്യം കൃഷ്ണഗാഥയാണ്. ഷാഫി ടീച്ചറെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു രാജാവിന്റെ ആശ്രിതനാണ് താനെന്ന് തുറന്ന് പ്രഖ്യാപിച്ച പാട്ടുകാവ്യം ഏതാണ്? കൃഷ്ണഗാഥയാണ്. സീതാ സ്വയംവര വർണ്ണനയിൽ എഴുത്തച്ഛനെ സ്വാധീനിച്ച കൃതി കണ്ണശ രാമായണമാണ്. നമുക്കറിയാം സീതാ സ്വയംവര വർണ്ണനയിൽ എഴുത്തച്ഛനെ സ്വാധീനിച്ച കൃതി ഏതാണ്? കണ്ണശ രാമായണമാണ്. കണ്ണശ രാമായണം. രാമകഥാപാട്ടിന്റെ കർത്താവ് അയ്യപ്പിള്ള ആശാൻ. രാമകഥാപാട്ടിന്റെ കർത്താവ് അയ്യപ്പിള്ള ആശാൻ. മഹാകാവ്യ ലക്ഷണങ്ങൾ തികഞ്ഞ പാട്ടകൃതി കൃഷ്ണഗാഥയാണ്. മഹാകാവ്യ ലക്ഷണങ്ങൾ തികഞ്ഞ പാട്ടകൃതി ഏതാണ്? കൃഷ്ണഗാഥയാണ്. മഹാകാവ്യ ലക്ഷണങ്ങൾ തികഞ്ഞ പാട്ടകൃതി കൃഷ്ണഗാഥയാണ്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ലിപിയാണ് വെട്ടെഴുത്ത്. കേട്ടോ, മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയുണ്ടാക്കിയ ലിപിയാണ് വെട്ടെഴുത്ത്. പാനപ്പാട്ടിന്റെ പ്രോദ്ഘാടകൻ പൂന്താനം. അത് നമുക്കറിയാം. പാനപ്പാട്ടിന്റെ പ്രോദ്ഘാടകൻ ആരാണ്? പൂന്താനം. മലയർ മുഖ്യ കാർമ്മികരാകുന്ന അനുഷ്ഠാന കർമ്മം തിരുനിഴൽ മാലയാണ്. മലയർ മുഖ്യ കാർമ്മികരാകുന്ന, കർമ്മം അല്ല, കാർമ്മികർ. മലയർ തിരുവാറന്മുള അപ്പന് അർപ്പിക്കുന്ന അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണല്ലോ തിരുനിഴൽ മാല. അപ്പൊ മലയർ മുഖ്യ കാർമ്മികരാകുന്ന അനുഷ്ഠാന കർമ്മം ഏതിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുനിഴൽ മാലയിലാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. നമുക്കപ്പൊ ഇതൊക്കെ എന്താണ്? ഒന്ന് പൊടി തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നവർക്ക് എങ്ങനെ പഠിക്കണം, ഒരു എന്താണ്, എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ കാണും. പല പ്രശ്നങ്ങളിലൂടെയൊക്കെ ഓടി നടന്നിട്ട് ഇപ്പൊ ഇനി ഒരു 3-4 മാസമേ ഉള്ളെന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പേടിയും ഭയവും ഒക്കെ ഇല്ലേ? അതൊക്കെ മാറാൻ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു ബോധം ഉണ്ടാവും, എവിടെ, എങ്ങനെ, എന്ത് രീതിയിൽ തുടങ്ങണം എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും നാള് സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പുറകെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടി. പഠിക്കാതിരിക്കുമ്പം എന്ത് പഠിക്കണം എന്ന് അറിയാതിരിക്കുന്നവർക്ക് എന്താണ്, ഇങ്ങനെയൊക്കെ പഠിക്കണം, എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് പഠിക്കണം എന്നുള്ളത് കിട്ടും. പിന്നെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും? ആര് തരും? ഒന്നാമത് നമ്മൾ ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ എവിടെയും പോണ്ട, ചാർജ് ചെയ്യുന്ന ഒരു ഫോൺ, നല്ല ഡേറ്റ ഉള്ള ഒരു ഫോൺ മാത്രം മതി. ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചോദ്യം, 10,000-കണക്കിന് ചോദ്യങ്ങൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്ന വിഷയം ഒന്നിട്ട് അത് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ നോട്ടുകൾ കിട്ടും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, നോട്ടുകളെക്കാൾ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അടുത്തത് സുദീർഘമായ കാലയളവിൽ കാവ്യസബര്യ തുടർന്ന പ്രാചീന കവിയാണ് കണ്ണശൻ. സുദീർഘമായ കാലയളവിൽ കാവ്യസബര്യ തുടർന്ന പ്രാചീന കവി കണ്ണശനാണ്. വയനാടൻ രാമായണത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ്? വയനാടൻ രാമായണത്തിന്റെ പ്രത്യേകത എന്താണ്? കേട്ടുപഠിച്ച രാമായണ കഥയെ സുപരിചിതമായ സ്വന്തം പരിസരങ്ങളിൽ പുനഃസൃഷ്ടിച്ച് യാഥാർത്ഥ്യവൽക്കരിച്ചു. ഈ വയനാടൻ രാമായണത്തിന്റെയൊക്കെ കഥ എന്ന് പറയുമ്പം ഈ രാവണൻ, അതിനകത്ത് രാവണന്റെ കൂടെ സീത പോകുന്നുണ്ട്. അതുപോലെ ഈ സീതയൊക്കെ എന്താണ്, കുട്ടയൊക്കെ മെടയുന്ന ഒരു സ്ത്രീ ആയിട്ടൊക്കെയാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. ആ വയനാടൻ പ്രദേശങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എന്താ ടീച്ചറെ? വയനാടൻ രാമായണം ആരെ എഴുതിയെന്നറിയോ? ഇല്ല ടീച്ചറെ. വയനാടൻ രാമായണം അത് കേട്ട് ഇത് വരുന്നത്, അല്ലാതെ ഒരു അസീസ് തിരുവണ്ണ അസീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉണ്ട്. അതെന്തോ പഠനമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എരുമേലി സാറിന്റെ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട്. വയനാടൻ രാമായണത്തിന്റെ ഒരു ചെറിയൊരു നോട്ട്, അത് വായിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഈ വയനാടൻ രാമായണം അത് കണ്ടെത്തി പാഠസംശോധന ചെയ്തതാണെന്നാണ് എനിക്ക് ഓർമ്മ അസീസിന്റെ. ഇതിങ്ങനെ കേട്ട് പറഞ്ഞ അവരുടെ നാട്ടിൽ പരിചയമുള്ള ഒരു കഥയാണ്. അതായത് കുട്ടമെടയുന്ന പെൺകുട്ടിയിൽപ്പെട്ട ഒരു പെണ്ണാണ്, ഒരു ഗ്രാമീണ പെണ്ണായിട്ടാണ് സീതയെ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു സീതാകാവ്യോ രാമായണ കാവ്യോ അല്ല. അവരുടെ നാടാണ് അതിനകത്ത് വരുന്നത്. നമ്മുടെ എരുമേലി സാറിന്റെ പുസ്തകത്തില് വയനാടൻ രാമായണം എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഒരാളാണ് അസീസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് ആ പേജ് ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാമേ, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു തരാം. പറയാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല, ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ. ഇന്ന് എന്തായാലും പറ്റത്തില്ല, ഒരു 2 ദിവസത്തിനകം ഞാൻ അയച്ചു തരാം. എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ മറന്നു പോകുക. അല്ലെങ്കിൽ എരുമേലി സാറിന്റെ പുസ്തകമുള്ള ആരെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു പുറങ്ങളിലാണ് ആ വയനാടൻ രാമായണം കിടക്കുന്നത്. അതിന്റെ ഒരു ഫോട്ടോ എടുത്തൊന്ന് ഇട്ടാൽ മതി. ഓക്കെ.
ഓക്കെ, അപ്പൊ കേട്ടു പഠിച്ച രാമായണ കഥയെ സുപരിചിതമായ സ്വന്തം പരിസരങ്ങൾ പുനഃസൃഷ്ടിച്ച് യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് വയനാടൻ രാമായണത്തിന്റെ പ്രത്യേകത. രാമായണ നാടകത്രയങ്ങളുടെ കർത്താവ് CN ശ്രീകണ്ഠൻ നായരാണ്, അത് നമുക്കറിയാം. ഇനി മണ്ഡോദരി പതിവ്രതയായ സീതയെ ആരോടാണ് താരതമ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുന്ധതിയാണ്. മണ്ഡോദരി പതിവ്രതയായ സീതയെ ആരോടാണ് താരതമ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുന്ധതിയാണ്. നാഗമാതാവ് സുരസാദേവിയാണ് കേട്ടോ, സുരസാദേവിയാണ് നാഗമാതാവ്, സുരസാദേവിയാണ്. ഓക്കെ, നാഗമാതാവ് സുരസാദേവിയാണ്. ദശരഥന്റെ മന്ത്രി സുമന്ത്രർ ആണ്. ഇനി അടുത്തത് പാട്ട് പ്രസ്ഥാനത്തിന്റെ അനന്തര ദശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു 61ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ വായിച്ചു പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു സെക്ഷൻ വായിക്കുകയാണ്. പാട്ട് പ്രസ്ഥാനത്തിന്റെ അനന്തര ദശയെ കുറിച്ചാണ് പറയുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനം ഒരു എടുത്തുചാട്ടമായിരുന്നില്ല എന്ന് പറഞ്ഞത് KN എഴുത്തച്ഛനാണ് കേട്ടോ. കിളിപ്പാട്ട് പ്രസ്ഥാനം ഒരു എടുത്തുചാട്ടമായിരുന്നില്ല എന്ന് പറഞ്ഞത് KN എഴുത്തച്ഛനാണ്. തമിഴിലും മലയാളത്തിലും ഭക്തി സാഹിത്യം പ്രചരിപ്പിച്ചതിൽ ഭൂരിഭാഗവും അവർണറായിരുന്നേ. തമിഴിലും മലയാളത്തിലും ഭക്തി സാഹിത്യം പ്രചരിപ്പിച്ചതിൽ ഭൂരിഭാഗം പേരും അവർണരായിരുന്നു. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ, അവർണർ ആയിരുന്നു. നിരണം കവികളുടെ കാലത്ത് തന്നെ മിശ്ര ഭാഷയിൽ 51 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന ഗ്രന്ഥമാണ് ഭാഷാ ഭഗവത്ഗീത. നിരണം കവികളുടെ കാലത്ത് തന്നെ മിശ്ര ഭാഷയിൽ 51 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഷാ ഭഗവത്ഗീതയാണ്. എഴുത്തച്ഛൻ മുമ്പ് തന്നെ ഭാഷാ പരിഷ്കരണത്തിന് ശ്രമിച്ച കവികളാണ് കണ്ണശന്മാർ. ശ്രമിച്ചവർ കണ്ണശന്മാരാണ്. സമീപകാലത്തെ ഭാഷാ മിശ്രണ രീതി എന്ന് പറയുന്നത് മംഗ്ലീഷ് ആണല്ലേ, മലയാളവും ഇംഗ്ലീഷും കൂടി ചേർന്നിട്ടുള്ളത്. സമീപകാലത്തെ ഭാഷാ മിശ്രണ രീതി മലയാളവും ഇംഗ്ലീഷും കൂടി ചേർന്നിട്ടുള്ളതാണ്. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ഇളങ്കോവടികളാണ്. തമിഴിൽ ജനകീയ ഭക്തി പ്രസ്ഥാനത്തിന് തുടക്കമിട്ട കവിയത്രി ആണ്ടാളാണ്. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന ജനകീയ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? നാമസങ്കീർത്തനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുക. നാമസങ്കീർത്തനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ്. ഭക്തിപ്രസ്ഥാന നായകന്മാരായ കവികളുടെ ദൃഷ്ടിയിൽ അവതാരങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? ജനതയുടെ ആത്യന്തിക മോചനമായിരുന്നു. ഭക്തിപ്രസ്ഥാന നായകന്മാരായ കവികളുടെ ദൃഷ്ടിയിൽ അവതാരങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനതയുടെ ആത്യന്തിക മോചനം ആയിരുന്നു. ഇനി പാട്ടുപ്രസ്ഥാനത്തിലെ പ്രഖ്യാത ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. പാട്ടുപ്രസ്ഥാനത്തിലെ പ്രഖ്യാതനായ ജനകീയ കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഞ്ചൻ നമ്പ്യാരാണ്. എഴുത്തച്ഛൻ ആവിഷ്കാര പ്രതിസന്ധി മറികടക്കാൻ കണ്ട ഉപായം കിളിയെ കൊണ്ട് പാടിക്കുകയായിരുന്നു. എന്താണ്? കിളിയെ കൊണ്ട് പാടിക്കുക എന്നുള്ളതായിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിന് പോകുന്നത്. ഓക്കെ, പൂന്താനത്തിന്റെ സ്വാനുഭവം പ്രതിഫലിപ്പിക്കുന്ന കൃതി കുമാരഹരണം പാന. ഒന്ന് ശ്രദ്ധിക്കുക, പൂന്താനത്തിന്റെ സ്വാനുഭവം പ്രതിഫലിപ്പിക്കുന്ന കൃതി ഏതാണ്? കുമാരഹരണം പാനയാണ്. വടക്കേ മലബാറിലെ കെട്ടിയാട്ടക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു പാട്ടാണ് അഞ്ചടിപ്പാട്ട്. വടക്കേ മലബാറിലെ കെട്ടിയാട്ടക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു പാട്ട് ഏതാണ്? അഞ്ചടിപ്പാട്ടാണ്. വടക്കേ മലബാറിലെ കെട്ടിയാട്ടക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് അഞ്ചടിപ്പാട്ട്. ഫലിതവും സാമൂഹ്യ വിമർശനവും തുള്ളലിൽ ഉൾപ്പെടുത്താൻ കുഞ്ചൻ നമ്പ്യാരെ പ്രേരിപ്പിച്ച ക്ഷേത്രകല ചാക്യാർ കൂത്താണ്. ഫലിതവും സാമൂഹിക വിമർശനവും തുള്ളലിൽ ഉൾപ്പെടുത്താൻ കുഞ്ചൻ നമ്പ്യാരെ പ്രേരിപ്പിച്ച ക്ഷേത്രകല ചാക്യാർ കൂത്താണ്.
ഓക്കെ, അത് ഏതാണ് ഈ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടേ കേട്ടോ. ഫലിതവും സാമൂഹ്യ വിമർശനവും തുള്ളലിൽ ഉൾപ്പെടുത്താൻ കുഞ്ചൻ നമ്പ്യാരെ പ്രേരിപ്പിച്ച ക്ഷേത്രകല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാക്യാർ കൂത്താണ്. വഞ്ചിപ്പാട്ടിലെ വൃത്തം നഥോന്നതയാണ്. കുഞ്ചൻ നമ്പ്യാർ തുള്ളലിൽ പരാമർശിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ജനകീയ കല പടയണിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പടയണിയെ കുറിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല. മധ്യ തിരുവിതാംകൂറിലെ ഏതാണ്? കുഞ്ചൻ നമ്പ്യാർ തുള്ളലിൽ പരാമർശിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ജനകീയ കല പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ജനകീയ കല എന്നുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ടേ, അത് പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ജനകീയ കല പടയണിയാണ്. വില്ലടിച്ചാൻ പാട്ട് പാടുന്ന ഗായക സംഘത്തിന്റെ തലവനാണ് പുലവൻ. വില്ലടിച്ചാൻ പാട്ട് പാടുന്ന ഗായക സംഘത്തിന്റെ തലവൻ ആരാണ്? പുലവൻ. വില്ലടിച്ചാൻ പാട്ട് പാടുന്ന ഗായക സംഘത്തിന്റെ തലവനാണ് പുലവൻ. തെക്കൻ തിരുവിതാംകൂറിന്റെ സമൂഹത്തിന്റെ രചനയും ചരിത്രവുമാണ് വില്ലടിച്ചാൻ പാട്ട്. തെക്കൻ തിരുവിതാംകൂറിലെ സമൂഹത്തിന്റെ, അപ്പം വില്ലടിച്ചാൻ പാട്ട് നമ്മുടെ തെക്കൻ നാട്ടുകാരുടെ ഇതാണ്. അതും ചോദിച്ചിട്ടുണ്ടേ. തെക്കൻ തിരുവിതാംകൂറിലെ എന്താണ് കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചോദ്യം എന്താണ്? പടയണി എവിടുത്തെയാണെന്ന്. മധ്യ തിരുവിതാംകൂറാണേ. പടയണി മധ്യ തിരുവിതാംകൂറാണ്. അത് കുഞ്ചൻ നമ്പ്യാരെ തുള്ളലിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞത് വില്ലടിച്ചാൻ പാട്ടാണ്. അത് തെക്കൻ തിരുവിതാംകൂറാണ്. മധ്യ തിരുവിതാംകൂർ പടയണിയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. മധ്യ തിരുവിതാംകൂറും തെക്കൻ തിരുവിതാംകൂറും. വില്ലടിച്ചാൻ പാട്ട് പാടുന്ന ഗായക സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് പുലവനാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. വില്ലടിച്ചാൻ പാട്ട് പാടുന്നത് പുലവനാണേ. മണിപ്രവാള ശൈലിയുടെ ഉത്തമ മാതൃക നമുക്ക് എഴുത്തച്ഛന്റെ കൃതികളിൽ കാണാൻ പറ്റും. മണിപ്രവാള ശൈലിയുടെ ഉത്തമ മാതൃക എഴുത്തച്ഛന്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. എഴുത്തച്ഛൻ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് ചിറ്റൂർ തുഞ്ചൻ മഠത്തിലാണ് കേട്ടോ. ഇതും എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യന്റെ വീഡിയോയും ഓഡിയോയും നമ്മൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കും. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിന്റെ PDF ഈസിലി നമുക്ക് ഗൂഗിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പഠിക്കുക. നമ്മുടെ മലയാള കവിതയെ കുറിച്ച് ഒന്നാമത്തെ മോഡ്യൂളിനെ കുറിച്ച് അത്യാവശ്യം നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവും. പിന്നെ ഒട്ടും പഠിക്കാതിരിക്കുന്ന, സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കുന്ന, അല്ലെങ്കിൽ പഠനത്തിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇത് സഹായമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇടയ്ക്ക് വന്നിട്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലോട്ട് എനിക്ക് തിരിച്ചു വരാൻ കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ചില കൂട്ടുകാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല മാർഗമാണ്. തകർന്നു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വീണ്ടും നിങ്ങൾ തുടങ്ങുക. ഇനിയും സമയമുണ്ട്. 4 മാസം ധാരാളം. നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ ഈ 4 മാസം മതി. ഈ 4 മാസം നമ്മൾ കഷ്ടപ്പെട്ട ഉറപ്പായിട്ട് കിട്ടും. പിന്നെ സമയവും സാഹചര്യവും അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഉള്ളതുപോലൊക്കെ ഉള്ള സമയങ്ങളെ നമുക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളായിരിക്കില്ല നമുക്കുള്ളത്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആരും തളർന്നു പോകരുത്. ഫീനിക്സ് പക്ഷികളെ പോലെ ഉയർന്ന് പറന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തണം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. അടുത്തതാണ്, എഴുത്തച്ഛന്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് ചിറ്റൂർ തുഞ്ചൻ മഠത്തിലാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാ ക്രമക്കണക്കെ ശരണം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇത് നമ്മുടെ HSAയുടെ ചോദ്യമായിരുന്നു. പൂന്താനം കവിതയിലെ സ്ഥായി ഭാവം ഭക്തിയാണ്. വിഷാദമൊന്നും എഴുതല്ലേ, ദുഃഖം അല്ലെങ്കിൽ വിഭക്തി അങ്ങനൊന്നും എഴുതല്ലേ, ഭക്തിയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ചരിത്ര സംഭവമാണ് തൃപ്പടിദാനം. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ചരിത്ര സംഭവമാണ് തൃപ്പടിദാനം കേട്ടോ. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ, അതായത് മാർത്താണ്ഡവർമ്മയുടെ ഇതാക്കിക്കൊണ്ട് എഴുതിയതാണല്ലോ. അപ്പൊ ആ തൃപ്പടിദാനം കൂടി ഓർക്കുക. മേൽപ്പത്തൂരിന്റെയും എഴുത്തച്ഛന്റെയും സമകാലികനായ മലയാള കവി പൂന്താനമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനത്തെ പറയുന്ന പേരാണ് പ്രാതൽ കേട്ടോ.
വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് പറയുന്ന പേരെന്താണ്? പ്രാതൽ. എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അറിവാണ് കേട്ടോ, അത് എനിക്കിത് അറിയത്തില്ലായിരുന്നു. അപ്പൊ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് പറയുന്ന പേരാണ് പ്രാതൽ. ഇതിവൃത്തങ്ങളുടെയും കഥാപാത്രങ്ങളെയും തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ കണ്ടെത്തുന്ന മഹാപ്രതിഭയാണ് കുഞ്ചൻ നമ്പ്യാർ. അത് നമുക്കറിയാം. കുചേലവൃത്തത്തിൽ കുചേലൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഭക്തിയാണ്. അല്ലാതെ അയാൾക്ക് എന്ത് വേണമെന്ന് പറയുന്നില്ല. എനിക്ക് കുറച്ച് വീട് വേണം, നല്ല വീട് വേണം, ഒരുപാട് സ്വർണം വേണം, ഒരുപാട് സ്വത്ത് വേണമെന്നൊന്നും പറയുന്നില്ല. എനിക്ക് വേണമെന്ന് പറയുന്നത് ഭക്തിയാണ്, ഭക്തി. പൂന്താനത്തിന്റെ അഭിപ്രായത്തിൽ കലിയുഗത്തിൽ മുക്തി നേടാനുള്ള മാർഗം നാമസങ്കീർത്തനം ഒന്നുകൊണ്ട്, അങ്ങനെ പറയുന്നുണ്ടേ, നാമസങ്കീർത്തനമാണ്. കീചകൻ നാട്യശാലയിൽ കണ്ടുമുട്ടുന്നത് വലലനെയാണേ. അതൊന്ന് ശ്രദ്ധിക്കണേ. ആ ഒരു ചോദ്യം ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ടേ. ഇപ്പൊ ഒരുപാട് പരീക്ഷകൾ എഴുതുന്നത് കൊണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഏതിനകത്താണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്ന് ഇപ്പൊ എനിക്ക് നിലവിൽ അറിയാൻ പറ്റുന്നില്ല. മുമ്പ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു, നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. കാരണം ഞാൻ നെറ്റ് മാത്രമേ പഠിക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ഏത് ചവറ് കിട്ടിയാലും നോക്കും. ഈ കുഞ്ഞു പിള്ളേരുടെ USSന്റെ ബുക്ക് വരെ നോക്കുന്ന ഒരു മാനസിക അവസ്ഥയിലോട്ട് ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് കീചകൻ നാട്യശാലയിൽ കണ്ടുമുട്ടുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലലനെയാണ്. തിരുവനന്തപുരത്ത് കുഞ്ചൻ നമ്പ്യാരുടെ സംരക്ഷകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ. നമ്മളിപ്പോ ഒരു 90 ചോദ്യങ്ങളായിട്ടുണ്ട്. നമ്മളൊരു 100 ചോദ്യമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു മോഡ്യൂളിൽ നിന്ന് 100 ചോദ്യമാണ് നമ്മൾ മാക്സിമം ടാർഗറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. മണിപ്രവാളം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കൃതി ജയധവളയാണ്. ജയധവള. അതൊന്ന് ശ്രദ്ധിക്കണേ. മണിപ്രവാളം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കൃതി ജയധവളയാണ്. എനിക്കിത് അറിയില്ലായിരുന്നു. ഈ ചോദ്യത്തിന് ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരെണ്ണം കണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും എതിര് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കറിയില്ല ഈ ഒരു ചോദ്യം. ജയധവള, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. മണിപ്രവാളം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കൃതി ജയധവളയാണ്. ചാക്യാന്മാർ ഉപയോഗിച്ചിരുന്ന നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. ചാക്യാന്മാർ ഉപയോഗിച്ചിരുന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? ആട്ടപ്രകാരമാണ്. പ്രാകൃതത്തിൽ നിന്ന് മലയാളത്തിലെത്തിയ പദം വാക്കാണം. വക്കാണം. പ്രാകൃതത്തിൽ നിന്ന് മലയാളത്തിലെത്തിയ പദം ഏതാണ്? വക്കാണം. പ്രാകൃതത്തിൽ നിന്ന് മലയാളത്തിലെത്തിയ പദം വക്കാണം. മലയാള ഭാഷയുടെ സ്വഭാവത്തിന് യോജിക്കാത്ത ഒരു പദപ്രയോഗമാണ് പുലിയിങ്കൽ നിന്ന് പേടിച്ചു. വിലക്ഷണ പ്രയോഗമാണെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് വീണ്ടും അത് വരുന്നുണ്ട്. പുലിയിങ്കൽ നിന്ന് പേടിച്ചു. മലയാള ഭാഷയുടെ സ്വഭാവത്തിന് യോജിക്കാത്ത ഒരു പദപ്രയോഗമാണ് പുലിയിങ്കൽ നിന്ന് പേടിച്ചു. മിശ്രഭാഷ തുടക്കത്തിൽ അരോചകമാകും. ഇംഗ്ലീഷ് മലയാള മിശ്ര ഭാഷയ്ക്ക് ഒരു ഉദാഹരണം ഗോവുക. മിശ്രഭാഷ തുടക്കത്തിൽ അരോചകമാണ്. അപ്പൊ ഇതിനൊരു ഉദാഹരണം എന്നാണ് ഗോവുക. അതായത് നമ്മളെ മംഗ്ലീഷിന്. ഇത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷന്റെ ഈ നോട്ടിൽ സങ്കര ഭാഷയെ കുറിച്ച് പഠിക്കാനുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ചോദ്യം വരുമെന്ന് വരത്തില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ബുദ്ധവിശ്വാസി എന്ന് സൂചിപ്പിക്കുന്ന പ്രാചീന പദം പള്ളിയാർ. പള്ളി, ഈ പള്ളി പേരുള്ളതൊക്കെ ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബുദ്ധവിശ്വാസി എന്ന് സൂചിപ്പിക്കുന്ന പ്രാചീന പദം പള്ളിയാറാണ്. മണിപ്രവാളം എന്ന പദത്തിന് പിൽക്കാലത്ത് സംഭവിച്ച അർത്ഥച്യുതി എന്ന് പറയുന്നത് മഹിളാസ്തുതിയാണ്. അല്ലെ, ഇതിനകത്ത് മഹിളാസ്തുതി കൂടുതലാണ്. അതെന്താണ് പിൽക്കാലത്ത് സംഭവിച്ച അർത്ഥച്യുതി എന്ന് പറയുന്നത് മഹിളാസ്തുതിയാണ്. മണിപ്രവാളം എന്ന പദത്തിന്റെ സൂചിതാർത്ഥം എന്ന് പറയുന്നത് അഭിന്ന പ്രതീതിയാണ്. മണിപ്രവാളം എന്ന പദത്തിന്റെ സൂചിതാർത്ഥം എന്ന് പറയുന്നത് അഭിന്ന പ്രതീതിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതി ശ്രീകൃഷ്ണ ചരിതം ആണ്. കുഞ്ചൻ നമ്പ്യാരുടെ കേട്ടോ, ശ്രീകൃഷ്ണ ചരിതം. ഭാഷാനൈഷധം ചമ്പുവിന്റെ കർത്താവ് മഴമംഗലം. ഭാഷാനൈഷധം ഇതിന്റെ മഴമംഗലം ആണ്. മലയാളത്തിലെ സന്ദേശ കാവ്യങ്ങളുടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെയും അങ്ങാടികളെയും വർണ്ണിക്കുന്നു. അപ്പൊ മലയാളത്തിലെ സന്ദേശ കാവ്യങ്ങളുടെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെയും അങ്ങാടികളെയും വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു 100 ചോദ്യം ഇതുവരെ വായിച്ചു വിട്ടിട്ടുണ്ട്.